ഹായ്. നമ്മുടെ കേരള S1 എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? അതിൻ്റെ ഒരു ചെറിയൊരു പ്രസൻറ്റേഷനാണ് ഇവിടെ നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ടും നമ്മളെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ സർവീസുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു ഏണിങ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അഫ്ലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതിൽ മൂന്നാമത്തെ രീതിയിൽ നിങ്ങൾക്കൊരു ഏണിങ്സ് ഉണ്ടാക്കണമെങ്കിൽ റീസെല്ലർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് എത്താൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ API യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ സഹായിക്കും. അതോടൊപ്പം തന്നെ അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാം, എങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് ഡെവലപ്പ് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ സെക്ഷനുകളിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സപ്പോർട്ട് കാര്യങ്ങൾ, പ്രൈസിങ് നിങ്ങൾ നോക്കാതെ ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. എല്ലാ രീതിയിലുള്ള സൊല്യൂഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. മൂന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിലെ കോർ സർവീസ് എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിതിലുള്ള കോർ സർവീസ് എന്തൊക്കെയാണ്? നമ്മൾ പ്രധാനമായിട്ടും ഇൻസ്റ്റാഗ്രാം ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സർവീസ് ഉണ്ട്. യൂട്യൂബ് വ്യൂസ് എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഫേസ്ബുക്കിൽ ലൈക്സ് ഫോളോവേഴ്സ് വ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. ടെലിഗ്രാമിൽ ബേസിൽ സർവീസ് ഉണ്ട്. വെബ്സൈറ്റ് ബേസിൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയയും വെബ്സൈറ്റും ഒക്കെ ബേസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് സർവീസുകളിൽ ഏകദേശം എല്ലാ ഏരിയയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു SMM പാനലിൽ നിങ്ങൾ ചൂസ് ചെയ്യണം? നമ്മളൊരു പാനൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ സമയത്ത് നമ്മൾ എന്തിന് നിങ്ങൾ ചൂസ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ എക്സിക്യൂഷൻസ് വളരെ ഫാസ്റ്റാണ്. പിന്നെ കോമ്പറ്റീവ് പ്രൈസിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു വേരിയേഷൻ വന്നേക്കാം. പിന്നെ API ഇൻ്റഗ്രേഷൻസ് ഈസിയാണ്. ഫുള്ളി ഓട്ടോമേറ്റഡ് ഡാഷ്ബോർഡ്സ് ആണ്. ഈ റീഫിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കൊടുക്കണം നിർബന്ധമില്ല.